അല്ല, ഈ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട വിഷുവിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പല സ്ഥലത്തും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് പിന്നെ ഈ ജനത പ്രതിഷേധിക്കേണ്ടത്? അപ്പോൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം കേരളം മൊത്തമുള്ളൊരു ഹർത്താലാണ്, പ്രഖ്യാപിച്ച ഹർത്താലാണ്. ഈ ഹർത്താലാണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങൾ അതിൽ കുറച്ചുപേര് സഹകരിച്ചു, ബഹുഭൂരിപക്ഷ പേരും സഹകരിച്ചില്ല. എന്തുകൊണ്ട്? ഇത് പട്ടികജാതിക്കാർ നടത്തുന്ന ഹർത്താലാണ്, ഈ ഹർത്താലിനോട് നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടോ ശ്രീ ചാലമോഹനൻ? കാരണം ഈ പറയുന്ന എതിർക്കുന്നവർ പോലും നിങ്ങളുടെ ആവശ്യത്തെ അംഗീകരിക്കുന്ന ആളുകളാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്. ഇന്ന് ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടാണ്. തമ്പാനൂരൊക്കെ കണ്ടല്ലോ, എത്ര നേരമാണ് ആ ബസ്സുകളിൽ അവരെ തടഞ്ഞു നിർത്തിയത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സമരക്കാർ ഇടപെട്ട് ആ ബസ്സുകൾ വിടാൻ അനുവദിക്കാമായിരുന്നു. കാരണം അവർക്ക് വേറെ മാർഗമില്ല. ശ്രീ ചാലമോഹനൻ, ഇപ്പോൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്, അതിനോട് ജനം സഹകരിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു രക്ഷപ്പെടുവാൻ കഴിയും ഈ ഘട്ടത്തിൽ? അല്ല, അത് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പോലീസ് ഹർത്താൽ നടത്തിയ അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആദ്യമേ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങളും ഈ അറസ്റ്റ് ആദ്യമേ ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. രാവിലെ തന്നെ അറസ്റ്റ് ചെയ്യും, പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് വരിച്ച് അതിൻ്റെ പ്രതിഷേധമായി ഞങ്ങൾ ക്യാമ്പുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും, ആ ചിന്തയായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് അത്തരത്തിലൊരു അറസ്റ്റിന് വേണ്ടി ശ്രമിക്കാതെ ജനങ്ങളെ കൂടുതൽ ഈ ഹർത്താൽ നടത്തിപ്പുകാരെയും അല്ല ഹർത്താലിനെതിരെയും ജനങ്ങളെ കൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗം ചെയ്യാതെ വരുമ്പോൾ ഈ ഹർത്താൽ നടത്തിയ ഞങ്ങളെല്ലാം അവിടെ തന്നെ നിന്നു. പക്ഷേ അപ്പോൾ തിരിച്ചായിരുന്നുവെങ്കിൽ നിങ്ങൾ ഹർത്താലിനെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി എന്ന് പറയില്ലേ? തീർച്ചയായിട്ടും അത് ശാരീരികമായി മർദ്ദിച്ചാൽ മാത്രമേ പറയുള്ളൂ. എന്നാൽ ഇപ്പോൾ തമ്പാനൂരെ സംബന്ധിച്ചോളം അവിടെ ആ ഫോർട്ട് AC അദ്ദേഹം വന്നു എല്ലാവരെയും പിടിച്ചൊക്കെ മാറ്റി തള്ളി, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ബലം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുമായി ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ അദ്ദേഹം പിന്നെ പെട്ടെന്ന് എന്തോ അദ്ദേഹത്തിന് സന്ദേശം കിട്ടി, അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നു. അപ്പോൾ ജനങ്ങളെ കൊണ്ട് ഹർത്താലിനെതിരെ സംസാരിക്കാൻ വേണ്ടിയും പോലീസും ശ്രമിച്ചു എന്നുള്ളതാണ്. ശരി, ശ്രീജിത്ത് പണിക്കർ, രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമാണ്. ഒന്ന്, ഇതൊരു ദളിത് സമരമാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങൾ അതിനോട് മുഖം തിരിച്ചു നിന്നു, സമരത്തോട് സഹകരിച്ചില്ല. പിന്നെയുള്ള